നേതാക്കന്മാർ UDF നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ കൊച്ചിയിലേക്ക് തിരിക്കുന്നു എന്ന വാർത്തയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. VM സുധീരൻ നേരത്തെ മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യത്തിൽ മാണിയുടെ രാജി ആവശ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചു. ധനമന്ത്രി കെ മാണി നിലവിൽ കൊച്ചിയിലാണുള്ളത്. പക്ഷേ എവിടെയാണ് എന്ന് അറിയില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 4:30 അദ്ദേഹം 4:30 ഫ്ലൈറ്റിന് കൊച്ചിയിലേക്ക് തിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ കേരള കോൺഗ്രസിന്റെ UDFന്റെ രാഷ്ട്രീയ ഭാഗധേയം തീരുമാനിക്കുന്ന നിർണായകമായ ചർച്ച നടക്കുന്നത് കൊച്ചിയിലാകും. അതിനുശേഷമാകും ധനമന്ത്രി KM മാണിയുടെ രാജി ഉണ്ടാകുക. സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, എന്ത് രാഷ്ട്രീയ നീക്കമാണ് നിലവിൽ തിരുവനന്തപുരത്ത് നടക്കുന്നത്? അതിന് അല്പം മുമ്പാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രിയോട് ഇത് സംബന്ധിച്ച കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് UDF നേതാക്കളുമായി ടെലിഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്, എല്ലാവരെയും ഇതുവരെ കിട്ടിയിട്ടില്ല, അതിനുശേഷം തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വിവരം, കൊച്ചിയിൽ തന്നെ നേതാക്കളുള്ള ഒരു സാഹചര്യത്തിൽ കൊച്ചിയിൽ എല്ലാവരും കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അടിയന്തരമായി UDF ചേർന്നുകൊണ്ട് മന്ത്രി KM മാണിയുടെ രാജി ആവശ്യത്തിൽ ഇന്ന് തന്നെ തീരുമാനം എടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. VM സുധീരൻ കൊച്ചി തന്നെയുണ്ട്. അതുപോലെ രമേശ് ചെന്നിത്തല കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് മാർഗം എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയെ കുറിച്ചാണ് ഇപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ PP തങ്കച്ചനും കൊച്ചിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോകും. കാരണം KM മാണിയും കൊച്ചി തന്നെയാണുള്ളത്. അപ്പോ കൊച്ചിയിൽ വെച്ച് തന്നെ യോഗം ചേർന്നുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കൂടുതൽ സമയം വേണ്ടിവരുമെന്നുള്ളതും അതിന്റെ ഒരു സാധ്യത സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് മുഖ്യമന്ത്രി വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രി ഹൈക്കമാൻഡുമായി സംസാരിച്ചു. മുഖ്യമന്ത്രി ഹൈക്കമാൻഡുമായി സംസാരിച്ചപ്പോൾ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം ഇത് തന്നെ, എത്രയും പെട്ടെന്ന് തീരുമാനത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കാരണം കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെ ഹൈക്കമാൻഡിന് ഇക്കാര്യം ധരിപ്പിച്ചു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി UDF നേതാക്കളുമായി ഒരുമിച്ച് ചേരാൻ പറ്റിയില്ലെങ്കിൽ പോലും ഉള്ള നേതാക്കളുമായി സംസാരിച്ച ശേഷം തീരുമാനം മുഖ്യമന്ത്രി തന്നെ KM മാണിയെ വിളിച്ചറിയിക്കും. അങ്ങനെയെങ്കിൽ കൊച്ചിയിൽ തന്നെ രാജ്യപ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നമുക്ക് അല്പസമയത്തിനും തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക തീരുമാനം നമുക്ക് ലഭ്യമാകും. കാരണം അങ്ങനെയെങ്കിൽ 4:30 ഫ്ലൈറ്റിൽ അദ്ദേഹം കൊച്ചിയിലേക്ക് പോകും എന്നുള്ളതാണ്. അത് സംബന്ധിച്ചൊരു അടിയന്തരമായി ടെലിഫോണുകളും നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം തിരക്കിട്ട സംസാരത്തിലാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ. സുനിൽ, ഒരു കാര്യം കൂടി, നേതാക്കളെല്ലാം തിരക്കിട്ട് നിലവിൽ കൊച്ചിയിലേക്ക് പോകുന്നുണ്ട്. സുധീരൻ ഇക്കാര്യത്തിൽ നേരത്തെ മുഖ്യമന്ത്രിയെ കണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു, മാണി രാജിവെക്കണമെന്ന്. ഹൈക്കമാൻഡ് വളരെ പെട്ടെന്ന് റിപ്പോർട്ട് തേടി എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഹൈക്കമാൻഡിന്റെ അവസാന വാക്ക് AK ആന്റണിയാണ്. ആന്റണി ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നേരത്തെ നടത്തുകയും ചെയ്തിരുന്നു. ധാർമ്മികത വ്യക്തിപരമായ കാര്യമാണ് എന്ന്, അതായത് രാജിവെച്ച് ഒഴിയേണ്ടത് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്, അത് ചെയ്യണമെന്ന്. ആ നിലയ്ക്ക് ഒരുപക്ഷെ മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു നിർണായകമായ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം AK ആന്റണി കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഹൈക്കമാൻഡിന്റെ നിലപാട് എന്നോണമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായമായി രേഖപ്പെടുത്തിയത്. ധാർമ്മികതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് അവരവർ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കോടതി വളരെ വ്യക്തമായ പരാമർശം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നേതാക്കൾക്കൊന്നും അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഹൈക്കമാൻഡിന് ധരിപ്പിച്ചിട്ടുള്ള കാര്യം, ഈ റിപ്പോർട്ടിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ VM സുധീരനോട് ഹൈക്കമാൻഡിന് ധരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് VM സുധീരൻ ഹൈക്കമാൻഡിനോട് ധരിപ്പിക്കും. അതിനു മുന്നോടിയായി മുഖ്യമന്ത്രിയുമായി തന്നെ ഹൈക്കമാൻഡ് ഫോണിൽ സംസാരിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് മുഖ്യമന്ത്രിയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായി UDFിലെ നേതാക്കളുമായി സംസാരിച്ച ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൽ തന്നെ കനത്ത ഒരു തിരിച്ചടി UDFിന് നേരിട്ടിരിക്കുന്ന ഒരു സാഹചര്യവും അത് ഈ ഒരു വിഷയത്തിലേക്ക് എന്നുള്ള രീതിയിൽ കോൺഗ്രസിലെ തന്നെ VD സതീശനും TN പ്രതാപനും അനിൽകുമാറും അടക്കമുള്ള നേതാക്കൾ ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന തരത്തിൽ പരാമർശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ, രാത്രി അത്രയും പോകുന്നതിന് സംശയമാണ്, അതിനു മുമ്പ് തന്നെ KM മാണിക്ക് രാജിക്കാര്യത്തിൽ തീരുമാനമെടുത്ത് അത് പുറത്ത് മാധ്യമങ്ങളോട് പറയേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് ഇപ്പോൾ നേതാക്കളുടെ തിരക്കിട്ട കൂടിയാലോചനയും ഫോൺ വിളികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജിയല്ലാതെ മാണിക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല എന്നാണ് രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന.